അപ്പൊ അമ്പയറിന്റെ ചതിയാണോ സഞ്ജുവിന്റെ ബാറ്റിംഗ് കരുത്താണോ ഇവിടെ വിജയിക്കുന്നത് നോക്കാം. ഞാൻ കളി കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതേ ഉള്ളൂ. RCBയുടെ ബാറ്റിംഗ് കഴിഞ്ഞിട്ട് അടുത്തത് രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് തുടങ്ങാൻ പോണ്. ജയിക്കാൻ വേണ്ടത് 172 റൺസ് ആണ്. നമുക്ക് സഞ്ജുവിന്റെ ടീമിന് അത് അടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഹായ് ഗൈസ്, എന്റെ എല്ലാ ചങ്ക് സബ്സ്ക്രൈബറിനും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും നമ്മുടെ തേർഡ് അമ്പയറിന്റെ ഒരു സഞ്ജുവിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. തേർഡ് അമ്പയറിന്റെ കള്ളക്കളിയാണ് നമ്മൾ ഇന്നും ഇവിടെ കണ്ടത്. അതായത് ദിനേശ് കാർത്തിക്കിന്റെ പാഡിൽ തട്ടിയ ബോള് അത് ഔട്ടല്ലെന്ന് വിളിച്ചിരിക്കുകയാണ്. ബാറ്റിൽ ടച്ച് ചെയ്തിട്ടില്ലായിരുന്നു, ബാറ്റിൽ ടച്ച് ചെയ്തതാണ്. പക്ഷെ അത് നോട്ട് ഔട്ട് വിളിച്ചിരിക്കുകയാണ്. അവിടെ ഒരു കള്ളക്കളിയുടെയോ മണത്തു. സഞ്ജുവിന് ഇഷ്ടമല്ല. കഴിഞ്ഞ കളിയും സഞ്ജുവിടെ ഒരു ക്യാച്ച് എടുത്തിട്ടത് പിന്നെ ബൗണ്ടറി ലൈനിൽ ടച്ച് ചെയ്തിട്ടും അത് ഔട്ട് വിളിച്ചു. അത് 6 ആയിരുന്നു. പിന്നെ അതേപോലെ ഇന്ന് നമ്മുടെ ഒരു സൈഡിൽ രാജാവിന്റെ ടീമും ഒരു സൈഡിൽ നമ്മുടെ ചെക്കന്റെ ടീമുമാണ്. ജയിക്കാൻ വേണ്ടത് നമ്മുടെ സഞ്ജുവിനും പയ്യനും ജയിക്കാൻ വേണ്ടത് 172 റൺസാണ്. ഞാൻ കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആദ്യത്തെ കോഹ്ലി ടീമിന്റെ ബാറ്റിംഗ് അവസാനിച്ചിരിക്കുകയാണ്. 172 അവർ എറിഞ്ഞ് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി സിറാജിൻ നയിക്കുന്ന ബോളിംഗ് നിര രാജസ്ഥാനെ എറിഞ്ഞൊതുക്കുമെന്നാണ് നമുക്കിന്ന് കാണേണ്ടത്. അതായത് യശസ്വി ജയ്സ്വാൾ അവിടെ ഗ്രീസിലുണ്ടായാൽ നമുക്ക് അനായാസം കളി ജയിക്കാൻ പറ്റും. കൂടെ സഞ്ജുവിന്റെ സപ്പോർട്ടും വേണം. സഞ്ജു അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്, കളി ജയിപ്പിച്ചിട്ടേ പയ്യൻ ഇറങ്ങത്തുള്ളൂ. കോഹ്ലിയും ഡ്യൂപ്ലസിയും കൂടെ നല്ല തുടക്കമാണ് RCBക്ക് കൊടുത്തതെങ്കിലും ആദ്യമേ തന്നെ ബോൾട്ടിന്റെ നല്ല അടിപൊളി ബോളിംഗ് ആയിരുന്നു. ബോൾട്ടിന്റെ 3ാമത്തെ ഓവറിൽ പിന്നെ നമ്മുടെ റോമൻ പവലിന് ക്യാച്ച് നൽകി ഡ്യൂപ്ലസി മടങ്ങുമ്പോൾ ക്രീസിൽ കോഹ്ലി നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര പ്രതീക്ഷയാണ് നൽകിയതെങ്കിലും അടുത്ത ഓവറിൽ UC ചാഹൽ എറിയാമെന്ന ഓവറിൽ 6 അടിക്കാൻ വേണ്ടി കണക്ട് കിട്ടിയില്ല. ബൗണ്ടറി ലൈനിൽ ക്യാച്ച് നൽകി കോഹ്ലി മടങ്ങി. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വന്നത് രജിത് പടിത്തർ ആണ്. രജിത് പടിത്തറിന് മുന്നേ ക്യാമറോൺ ഗ്രീൻ ക്രീസിൽ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ രജിത് പടിത്തറിന്റെ കളി എന്ന് പറയുമ്പോൾ വേറെ ലെവലാണ്. ഇപ്പം ലാസ്റ്റത്തെ 5 മാച്ചിൽ നമ്മൾ കണ്ടതാണ്. നല്ല അടിപൊളി ഷോട്ടുകളൊക്കെയാണ് അടിക്കുന്നത്. പതുക്കെയുള്ള കളിയൊക്കെ മാറ്റി രജിത് പടിത്തർ. അപ്പൊ ഇന്നും നല്ല സ്റ്റാർട്ടിംഗ് ഒക്കെ നൽകിയിട്ട് നമുക്ക് യശസ്വി ജയ്സ്വാളിന് ഒരു ക്യാച്ച് കൊടുത്തിട്ട് ജൂറലാണ് ഒരു ക്യാച്ച് ഊരിയത് രജിത് പടിത്തറിന്റെ. അപ്പോഴത്തേക്കും കോഹ്ലിയുടെ മുഖമൊക്കെ ശരിക്കും അഗ്രസീവായി ഒരു മുഖം സഞ്ജുവിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേ ഓഫ് പോലുള്ള ഒരു മാച്ചിൽ ഒരു ചെറിയൊരു ഫോൾട്ട് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കളി അവിടെ നമ്മുടെ കൈവിട്ട് പോണൊരു കളിയാണ്. അപ്പം ജൂറൽ ആ ക്യാച്ച് ഊരി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ജൂറലിന്റെ കൈക്ക് തന്നെ ക്യാച്ച് വന്നിട്ടുണ്ട്. രജിത് പടിത്തർ ഔട്ടായി, ക്യാമറോൺ ഗ്രീൻ ഔട്ടായി. ദിനേശ് കാർത്തിക് പ്രതീക്ഷ നൽകിയും നമ്മളെ രജിത് പടിത്തർ ക്യാച്ച് നൽകിയത് യശസ്വി ജയ്സ്വാളിന് ഫസ്റ്റ് ബോൾ 6 അടിച്ച് 2ാമത്തെ ബോളില് നമ്മുടെ പരാഗിന്റെ കയ്യിൽ ഒതുക്കി. അപ്പൊ അതേപോലെ തന്നെ രജിത് പടിത്തറിനെ മടക്കിയത് നമ്മുടെ അശ്വിനാണ്. അശ്വിൻ നമുക്ക് കൊടുത്തത് നമ്മുടെ ആവേശ് ഖാന് ക്യാച്ച് നൽകിയാണ് അശ്വിൻ രജിത് പടിത്തറിനെ മടക്കിയത്. അതേപോലെ തന്നെ മാക്സ്വെലിന് തിളങ്ങാൻ പറ്റിയില്ല. അശ്വിന്റെ ഫസ്റ്റ് ബോൾ തന്നെ വന്ന് 6 അടിക്കാനെന്നുള്ള മൈൻഡ് വന്ന് ജൂറലിന് ക്യാച്ച് നൽകി. ജൂറൽ അതിന് മുന്നത്തെ ക്യാച്ച് രജിത് പടിത്തറിനെ മിസ്സാക്കിയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഒരു സഞ്ജുവിന്റെ ഒരു നോട്ടം ആണെന്ന് തോന്നുന്നു. അടുത്ത ബോളിൽ മാക്സ്വെൽ അടിച്ച് പൊക്കുകയും ജൂറൽ ക്യാച്ച് എടുത്ത് മാക്സ്വെൽ പുറത്തായി. അതേപോലെ തന്നെ ദിനേശ് കാർത്തിക്കും ആവേശ് ഖാന്റെ ബോളിൽ യശസ്വി ജയ്സ്വാൾ ക്യാച്ച് എടുത്ത് മടക്കി. അതേപോലെ തന്നെ ആരുടെയോ ഒരു ക്യാച്ച് യശസ്വി ജയ്സ്വാൾ ബൗണ്ടറി ലൈനിന്റെ അടുത്ത് നിന്ന് ക്യാച്ച് എടുക്കാൻ രജിത് പടിത്തറിനെയാണെന്ന് തോന്നുന്നു ക്യാച്ച് എടുക്കാൻ വേണ്ടി ബൗണ്ടറി ലൈൻ അടിച്ച് 6 ആയി. അപ്പം നമ്മുടെ RCBക്ക് വിക്കറ്റ് ആയിട്ടിരിക്കുന്നത് 8 വിക്കറ്റ് 172 20 ഓവറിൽ 172 റൺസും 8 വിക്കറ്റുമാണ് RCB ഇതായിരിക്കുന്നത്. അപ്പൊ നമ്മുടെ സഞ്ജുവിൻ ടീമിന് രാജസ്ഥാന് ജയിക്കാൻ വേണ്ടത് 173 റൺസാണ്. 10 വിക്കറ്റ് കയ്യിലിരിപ്പുണ്ട്. ബാറ്റിംഗ് തുടങ്ങിയിട്ടില്ല, ഞാൻ പറയുന്നത് 10 വിക്കറ്റ് കയ്യിലിരിപ്പുണ്ട്. ആരാണ് ഇവിടെ നിന്ന് അടിച്ച് കളി വിൻ ചെയ്യിപ്പിക്കുന്നത് നമുക്ക് നോക്കാം. കണക്ക് തന്നെ യശസ്വി ജയ്സ്വാൾ ഉണ്ട്, സഞ്ജു സാംസൺ ഉണ്ട്, ജൂറൽ ഉണ്ട്, ഷംറാൻ ഹെറ്റ്മേർ ഉണ്ട്. അതേപോലെയുള്ള മെയിൻ കളിക്കാരന്മാരൊക്കെ സഞ്ജുയുടെ ടീമിലുണ്ട്. പക്ഷെ സഞ്ജുവിന്റെ ഇന്ന് അടിയാണ് നമ്മുടെ മലയാളികൾ കാത്തിരിക്കുന്നത്. ഒപ്പം ക്രീസിൽ യശസ്വി ജയ്സ്വാൾ ഉണ്ടാകണം. ഇല്ലാന്നുണ്ടെങ്കിൽ അവസാനം എത്തുമ്പോഴത്തേക്കും രാജസ്ഥാന്റെ അവസ്ഥ അറിയാമല്ലോ, ആരും അടിക്കാൻ കാണത്തില്ല. പിന്നെ അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇനി ഇവരുടെ തിരിച്ചടിയാണ്. നമുക്ക് എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. സഞ്ജുയുടെ ടീം ജയിക്കുമോ അതോ RCB സഞ്ജുയുടെ ആദ്യത്തെ ലാസ്റ്റ് ലിസ്റ്റിൽ കിടന്നിട്ട് പോരാടി ടോപ്പ് 5 വന്നിട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ട് കളിച്ചിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെ തോൽപ്പിച്ചിട്ടാണ് RCB വന്നത്. അപ്പം
തിരിച്ചെറിഞ്ഞ് പിടിക്കുമോ എന്നാണ്. ചെന്നൈ സൂപ്പർ കിങ്സിന് ഇതേ കണക്ക് തന്നെയായിരുന്നു, എറിഞ്ഞു പിടിക്കുകയായിരുന്നു, എല്ലാരെയും നൈസായിട്ട് ഔട്ടാക്കി. അതേപോലെ തന്നെ ഇനി സഞ്ജുവിൻ ടീമിനെ എറിഞ്ഞു പിടിക്കുമെന്നാണ് നമ്മൾ ഇനി സെക്കൻഡ് ഹാഫ് കാണാൻ പോകുന്നത്. ഭയങ്കര ആകാംക്ഷയാണ്, നമ്മുടെ ചെക്കൻ ജയിക്കുമോ അതോ കിങ് കോഹ്ലി ജയിക്കുമോ? നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പം സെക്കൻഡ് ഹാഫ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത വീഡിയോ ഇരുന്നായിരിക്കും. ബൈ.